ജീവിതാന്ത്യത്തിൽ കൈ പിടിച്ച് നടക്കാൻ ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക? ബന്ധുക്കളുണ്ടാവുമോ? സഹോദരങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ? ആരും ഉണ്ടാവില്ല. നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ ജീവിത പങ്കാളിയാണ്. പലപ്പോഴും അതൊക്കെ മറന്നു പോകുന്നു പലരും. ഓരോ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെയുള്ള സ്നേഹം, ഇതൊക്കെ വാർദ്ധക്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഒരു ഏകാന്തതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആ ഏകാന്തത പോകെ പോകെ മാനസികാരോഗ്യം ക്ഷയിക്കുന്നതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പം ഇതിനൊക്കെ പ്രതിവിധി എന്താണ്? നമ്മളെ മനസ്സിലാക്കിയ നമ്മുടെ ജീവിത പങ്കാളിയെ ഏറ്റവും അധികം സ്നേഹിക്കുക. മക്കളേക്കാൾ ഒരുപടി മേലെ തന്നെ വേണം അവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും. കാരണം ഇനി വരുന്ന കാലങ്ങളിൽ മക്കൾ നമ്മളെ നോക്കണമെന്നോ അവർ നമുക്ക് വേണ്ടുന്നത് ചെയ്തു തരണമെന്നോ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? സ്വയം ഒരു സന്തോഷം കണ്ടെത്തണം. അതിനപ്പുറത്തേക്ക് വാർദ്ധക്യത്തിൽ നമ്മുടെ കൈ പിടിക്കാൻ, നമുക്കൊരു സങ്കടം പറയാൻ, നമുക്കൊന്ന് തല ചായ്ക്കാൻ അവരുടെ ഒരു തോള് വേണം, അല്ലേ? വളരെ സന്തോഷത്തോടെ വാർദ്ധക്യത്തെ സ്വാഗതം ചെയ്ത് ജീവിതാവസാനം വരെ ഒന്നിച്ച് ജീവിക്കാൻ, സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ്. ഒരാളുടെ കുറവ് മറ്റൊരാളുടെ കുറവ് തിരിച്ചും മനസ്സിലാക്കി അതിനെ ഒരിക്കലും കുറ്റം പറയാതെ അതിനെ ചേർത്ത് പിടിച്ച്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ചേർത്ത് പിടിച്ച് ജീവിതാവസാനം വരെ കൊണ്ടുപോവുക. എന്നും കൂടെ ഞാനുണ്ട്, ആരില്ലെങ്കിലും വേറെ ആരില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാനുണ്ട് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവർ പറയുന്ന ഒന്നും ചെവിക്കൊള്ളേണ്ടതില്ല. അവരെന്തും പറഞ്ഞോട്ടെ, ഇന്ന് നമുക്ക് അവർക്ക് സംസാരിക്കാൻ ഇന്ന് നമ്മളൊരു മാറ്ററായിരിക്കാം, നാളെ വേറൊരു ന്യൂസ് കിട്ടുമ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി അല്ലെ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, തിരിച്ചും അങ്ങനെ തന്നെയാണെങ്കിൽ നിസ്സംശയം പറയാം, സന്തോഷമുള്ള വാർദ്ധക്യം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ നല്ല രീതിയിൽ അക്കാലം ജീവിക്കാൻ വേണ്ടി ഇന്നേ നമ്മൾ ഒരു പടി അതിനുവേണ്ടി പ്രയത്നിക്കുക തന്നെ വേണം. അവരെ കരുതുക, അവരോടുള്ള സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്താ പറയുക, മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരാളോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്തിനാണ്? മാധവിക്കുട്ടി പറഞ്ഞതുപോലെ അത് വെറുതെയാണ്, അല്ലേ? അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ അഭിപ്രായം ഇതാണ്, എല്ലാം അങ്ങനെ പ്രകടിപ്പിക്കാൻ ശീലിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബന്ധത്തിന് ദൃഢത വരും. വേറെ ആരില്ലെങ്കിലും അവൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൈവരും. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആവാൻ കഴിയട്ടെ.